വെളുക്കാറായപ്പോൾ ശങ്കർ അന്നയോട് യാത്ര പറഞ്ഞിറങ്ങി. കാട് കടന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും വെളിച്ചം പരന്നിരുന്നു. മോൻ എവിടെ പോയതാ? മാധവന്റെ ചോദ്യം കേട്ട് അവനൊന്ന് പതറി. അവൻ നടക്കാൻ പോയതാ, എന്നോട് ഇന്നലെ പറഞ്ഞിരുന്നു. മേരിപ്പെണ്ണ് സപ്പോർട്ട് ചെയ്തതും അവൻ അകത്തേക്ക് കയറി. മോനെ, രാവിലത്തെ കടത്തിന് നമുക്ക് പോണം, വേഗം തയ്യാറായിക്കോ. പിന്നിൽ നിന്നും മാധവൻ വിളിച്ചു പറഞ്ഞു. അവൻ ഒന്ന് നിന്നു, പിന്നെ പതിയെ തിരിഞ്ഞു. ഞാൻ എങ്ങോട്ടും ഇല്ല അച്ചായി. അയാൾ ഒന്ന് ഞെട്ടി. മോനെ, അമ്മച്ചി ഞെട്ടലോടെ വിളിച്ചു. മനസ്സിൽ എൻ്റെ അന്നയെ വെച്ചുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ പോയി കാണാൻ എനിക്ക് കഴിയില്ല. 3 300 വർഷം അകന്നിരുന്നാലും എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ അന്നമായില്ല. എൻ്റെ ശ്വാസം എൻ്റെ അന്നയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ തുടിപ്പും അവളുടെ പേരാണ് ചൊല്ലി വിളിക്കുന്നത്. പിന്നെ എങ്ങനെ ഞാൻ അവളെ മറക്കും? അങ്ങനെ മറക്കണമെങ്കിൽ ഈ ശങ്കർ മരിക്കണം. എൻ്റെ നെഞ്ചിലെ അവസാന തുടിപ്പും നിലയ്ക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. മാധവേട്ട, മേരി അയാളെ നോക്കി. ഇത് കുര്യച്ചൻ മുതലാളിയുടെ ചെവിയിലെത്തുന്ന നിമിഷം വരെ മാത്രമേ നമുക്ക് ആയുസുള്ളൂ മേരിപ്പെണ്ണെ. അയാളുടെ ഒച്ചയിടറി. കട്ടിലിൽ കിടക്കുന്ന ശങ്കറിന്റെ അടുത്തേക്ക് ചെന്ന് മാധവൻ അവന്റെ നെഞ്ചിൽ കൈവച്ചു. ശങ്കർ കണ്ണു തുറന്നു. എന്താ നിന്റെ പ്ലാൻ? ശങ്കർ മെല്ലെ എണീറ്റു. ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി നോക്കണം. പിന്നെ ഈ വർഷം അന്നയുടെ കോഴ്സും കഴിയും. മാരേജ് രജിസ്റ്റർ ചെയ്യണം. ഇതിനൊക്കെ മുന്നേ മുതലാളി എല്ലാം അറിഞ്ഞാൽ? ഇത്രയും വർഷം അറിഞ്ഞില്ലല്ലോ, ഇനിയും അറിയില്ല ചായി. കുറച്ചുനാൾ കൂടി പിടിച്ചു നിന്നാ ഞാൻ അവളെ കൊണ്ടുവരും. പിന്നെ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും. മാധവൻ അവൻ്റെ തലയിൽ തഴുകി. നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. ഞാൻ ജയിച്ചിരിക്കുമ്പോൾ നിന്റെ ജീവനറ്റ ശരീരം എനിക്ക് കാണാനിടവരരുത്. ആ ഉറപ്പ് നിനക്ക് തരാൻ കഴിയുമെങ്കിൽ നിനക്ക് മുന്നോട്ട് പോകാം. ഞാൻ എതിര് പറയില്ല. ശങ്കർ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അന്നയുടെ ഫൈനൽ എക്സാം കഴിഞ്ഞ ദിവസം കൂട്ടുകാരൻ്റെ ബൈക്കുമായി ശങ്കർ അവളെ കാണാനെത്തി. അന്ന് അവർ ടൗണിൽ കുറച്ച് ചുറ്റി. ശങ്കർ അവളുമായി സിനിമ കാണാൻ കയറി. ഹോട്ടൽ കയറി ഭക്ഷണവും കഴിച്ചു. ഒക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലെത്തിയപ്പോൾ അന്നയെ കാത്തിരുന്നത് നടുക്കുന്ന വാർത്തയായിരുന്നു. അന്ന് വൈകുന്നേരം അവളെ കാണാനായി ഒരു കൂട്ടാർ വരുന്നുണ്ട് എന്ന വാർത്ത. പകച്ചുപോയി അവൾ. അപ്പച്ച, ഇതെന്താ ഇത്രയും പെട്ടെന്ന്? എൻ്റെ റിസൾട്ട് വരുന്നവരെയെങ്കിലും. വേണ്ട, അപ്പോൾ നീ പറയും ഇത്രയും പഠിച്ച് മാർക്ക് വാങ്ങിയതല്ലേ 2 വർഷം ജോലിക്ക് പോകാൻ ആഗ്രഹമാണെന്ന്. പെൺപിള്ളേർ ഇങ്ങനെ മൂത്ത് പോയിക്കൂടാ. ഇപ്പം തന്നെ താമസിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയും വച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് വരുന്നതേ നമ്മളെക്കാൾ മുന്തിയ തറവാട്ടുകാരാ. ഇത് ഞാൻ ഉറപ്പിച്ചു. പിന്നെ വെറുതെ പേരിന് മാത്രമാ ഈ ചടങ്ങ്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ? എതിർക്കുന്നത് ബുദ്ധിയല്ല എന്നോർത്ത് അന്ന തലയാട്ടി റൂമിലേക്ക് കയറിപ്പോയി. റൂമിൽ ചെന്ന അന്ന എങ്ങനെയും ശങ്കറിനെ വിവരമറിയിക്കണം എന്നോർത്ത് ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ഒരു ലെറ്റർ എഴുതി ഇടുപ്പിൽ തിരുകി നേരെ തോട്ടത്തിലേക്ക് നടന്നു. പരിചയമുള്ള ആരെയെങ്കിലും കണ്ട കത്ത് കൊടുത്തുവിടാമെന്നോർത്ത് നിൽക്കുമ്പോഴാണ് കുമാരേട്ടൻ വരുന്നത് അവൾ കാണുന്നത്. അന്ന വേഗം കുമാരേട്ടനെ അടുത്തേക്ക് വിളിച്ചു. എന്താ കുഞ്ഞേ? കുമാരേട്ടാ, ഇത് ഇവിടെ കിടന്നതാ. മാധവേട്ടൻ്റെ മോനുള്ള കത്താ, ഒന്ന് കൊടുത്തേക്കോ? അതിനെന്താ കുഞ്ഞേ, കൊടുക്കാ. അയാൾ അത് വാങ്ങി നടന്നത് കണ്ട് അവൾ തിരികെ പോയി. വഴിയിൽ കാത്തു നിന്ന അലക്സ് കുമാരനെ തടഞ്ഞു. എന്താടോ അവൾ തന്നത്? ഒന്നുമില്ല കുഞ്ഞേ. ഒന്നുമില്ലേ? പിന്നെ എന്താ തൻ്റെ മുണ്ടിൽ? അവൻ്റെ മുഖം ചുവന്നു. ഇവിടെ എവിടെയോ കിടന്നൊരു കത്ത്
മാധവേട്ടന് കൊടുക്കാൻ പറഞ്ഞ് തന്നതാ കുഞ്ഞെ. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അലക്സ് തിരിഞ്ഞു. ശ്വാസം നേരെ വീണതുപോലെ കുമാരൻ വേഗം നടന്നു. കടത്തിനടുത്ത് സംസാരിച്ചു നിൽക്കുന്ന ശങ്കറിനെ കണ്ടതും അയാൾ വേഗം അവൻ്റെ അടുത്തേക്ക് നടന്നു. കുഞ്ഞേ. ആ, എന്താ കുമാരേട്ടാ? കുഞ്ഞിങ്ങ് വന്നേ. ദേ, ഇത് അന്നക്കുഞ്ഞ് തന്നതാ. മോൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞു. നിലത്ത് കിടന്ന കത്താന്ന് പറഞ്ഞാ തന്നത്. പക്ഷേ എനിക്കറിയാം ഇത് ആ കുഞ്ഞിൻ്റെ മനസ്സാണെന്ന്. ശങ്കർ അയാളെ മിഴിച്ചു നോക്കി. ഞെട്ടണ്ട, എനിക്ക് നേരത്തെ അറിയാം. ആരോടും ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മോനിവിടുന്ന് പോയപ്പോൾ ആ കുഞ്ഞ് ഓരോ ദിവസവും എണ്ണി കഴിയുന്നത് നേരിട്ട് കണ്ടവനാ ഞാൻ. നിങ്ങൾ ഒരുമിക്കണം. എന്തോ സംശയം തോന്നി ആ ചെക്കൻ എന്നെ ചോദ്യം ചെയ്തിരുന്നു. അയ്യോ, ആര്? അലക്സോ? ആ ചെക്കൻ തന്നെ. ഞാൻ പറഞ്ഞു മാധവേട്ടന് വന്ന കത്താണെന്ന്. ഓ, താങ്ക് യു കുമാരേട്ടാ. ശങ്കർ അയാളെ കെട്ടിപ്പിടിച്ചു. മതി, ചെന്ന് വായിച്ചോളൂ. കടത്ത് പോകാറായി. കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന കുമാരനെ നോക്കി അവൻ ചിരിച്ചു. എന്താണെന്ന് അറിയാനുള്ള വ്യഗ്രതയോടെ അവൻ കത്ത് തുറന്നു. വിവരം അറിഞ്ഞവന് ദേഷ്യം വന്നു. തൻ്റെ പെണ്ണിനെ മോഹത്തോടെ ഒരുവൻ നോക്കുന്നത് അവന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ അവിടെ തന്നെ കാത്തു നിന്നു. പോയ കടത്ത് തിരികെ എത്തുമ്പോൾ പരിചയമില്ലാത്ത ആളുകളെ കണ്ട അവൻ കുറച്ചു മാറി നിന്ന് സൂക്ഷിച്ചു നോക്കി. അവർ 4 പേരുണ്ട്, പിന്നെ ഒരു സ്ത്രീയും. അവൻ ആളുകളെ ഒന്ന് പഠിച്ചു. പിന്നെ പയ്യനെന്ന് തോന്നിയവൻ കുറച്ച് ഗൗരവം കൂടുതലുള്ളവനാണെന്ന് ഒറ്റ നോട്ടത്തിലറിയാം. ശങ്കർ കൈവരിയിൽ ചാടിക്കയറിയിരുന്നു. കയ്യിൽ കരുതിയ കടല കുറിച്ചു. അവർ അടുത്തേക്ക് വന്നതും ശങ്കർ ഒന്ന് ഒച്ച വെച്ചു. അതേ, ഒന്ന് നിന്നേ. നിങ്ങൾ പുത്തൻപുരയ്ക്കലിൽ നിന്നല്ലേ? മുതിർന്ന കാരണവർ നിന്നു. ആഹാ, ഞങ്ങളെ അറിയോ? പിന്നെ വലിയ തറവാട്ടുകാരല്ലേ, ആർക്കാ അറിയാത്തത്? നിങ്ങൾക്ക് ഇതിലും നല്ല ആലോചന വരുമായിരുന്നല്ലോ. പിന്നെന്തേ ഇങ്ങനെ ഒരു ബന്ധം കൂടാൻ വന്നേക്കുന്നേ? അവൻ ആദ്യത്തെ ആണിയടിച്ചു. അതെന്താ മോനെ നീ അങ്ങനെ ചോദിച്ചത്? മൂപ്പിലാൻ്റെ മുഖത്ത് ആശങ്ക. അയ്യോ, അപ്പോ ഒന്നും അറിയാതെയാണോ ഈ വരവ്? എന്താ മോനെ, ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. സ്ത്രീക്ക് വെപ്രാളം. അതെ, നിങ്ങൾ കാണാൻ വന്ന കുടുംബക്കാരെ അത്ര നന്നല്ല. വലിയ പണക്കാരാണെന്നേ ഉള്ളൂ. കുടുംബം. പിന്നെ ചെക്കനില്ലേ, ഓന് ലേശം വട്ടുണ്ട്. അതുകൊണ്ട് ഇന്നാട്ടിൽ നിന്നും അടുത്ത നാട്ടിൽ നിന്ന് പോലും ആരും അവിടേക്ക് ബന്ധം കൂടാൻ പോകില്ല. അതാകും ഇത്രയും ദൂരത്തുള്ള നിങ്ങളെ അറിയിച്ചത്. കുട്ടി പാവ, അമ്മയും പാവ. പക്ഷേ അപ്പനും മോനും അയ്യോ, കുടുംബത്ത് കയറ്റാൻ കൊള്ളില്ലെന്നേ. ആ ചെക്കൻ ഇളകിയ പിന്നെ പിടിച്ചാ നിൽക്കില്ല. ഇക്കാര്യത്തിൽ ഭയന്ന് ആരും അവരുമായി അടുപ്പം പോലുമില്ല. ഇത്രയും വലിയ കുടുംബക്കാരായ നിങ്ങൾക്ക് ഈ കുരിശിന്റെ വല്ല കാര്യമുണ്ടോ? നിങ്ങളൊന്ന് മനസ്സ് വെച്ചാ ഈ പയ്യന് നല്ല കുടുംബത്തിൽ നിന്നും ആലോചന വരില്ലേ? ഇനിയിപ്പോ ആ കുട്ടി എന്ത് ചെയ്തിട്ടാ എന്ന് ഓർത്താ തന്നെ ആ കുട്ടിയെ മാത്രം നോക്കിയാൽ മതിയോ? കൂടെ നല്ല കുടുംബം കൂടി വേണ്ടേ? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. തീരുമാനം നിങ്ങളുടേതാ. ദേ, ഈ വഴി മുന്നോട്ട് പോയി കാട് കയറിയ കുര്യച്ചൻ മുതലാളിയുടെ കോട്ടയാണ്. അവൻ വഴിയും പറഞ്ഞു കൊടുത്ത് നടന്നു. കാരണവർ ഒന്ന് ആലോചിച്ചു. കൊച്ചേ, എന്താ നിന്റെ അഭിപ്രായം? അപ്പച്ച, ഈ ബന്ധം നമുക്ക് വേണ്ട. ആ കൊച്ചൻ പറഞ്ഞതുപോലെ പെണ്ണിനെ മാത്രം നോക്കിയാൽ പോരല്ലോ, അതിനൊപ്പം കുടുംബം നോക്കണ്ടേ? അവർ മറച്ചു വെച്ചതൊക്കെയും കർത്താവായിട്ട് വെളിപ്പെടുത്തി തന്നതാ. നമുക്ക് ഈ ബന്ധം വേണ്ട മോനെ. അടുത്ത കടത്ത് വരുമ്പോൾ തന്നെ നമുക്ക് പോകാം. ഒക്കെ അമ്മച്ചിയിലിഷ്ടം. അവർ കടത്തിൽ കയറി പോകുന്നത് കണ്ടതും ഒളിഞ്ഞു നിന്ന ശങ്കർ പുഞ്ചിരിച്ചു. അലക്സേ! കുര്യച്ചൻ്റെ അലർച്ചയിൽ തറവാട് കുലുങ്ങി. എന്താ അപ്പച്ചാ? ഡാ, അവർ തിരിച്ചു പോയെന്ന്.
കുര്യച്ചൻ്റെ മോളെ കാണാൻ വന്നവർ തറവാട്ടിൽ വരാതെ തിരികെ പോയെന്ന് നാട്ടിൽ പാട്ടായി. എനിക്കിതിൻ്റെ കാരണം അറിയണം. ഏത് മറ്റവനാ എൻ്റെ കൊച്ചിന് വന്ന ആലോചന മുടക്കിയതെന്നറിയണം. അവൻ്റെ കൈയും കാലും നാവും അരിഞ്ഞ് കാട്ടിൽ തള്ളിയേക്ക്. അയാളുടെ അലർച്ചയിൽ ഭയന്ന് നിൽക്കുകയാണ് ത്രേസ്യ. എന്നാൽ അന്നയ്ക്കോ നിറഞ്ഞ സന്തോഷം. വൈകുന്നേരം പള്ളിയിലേക്കെന്നും പറഞ്ഞ് അന്ന ഇറങ്ങി. കുരിശടിയുടെ മറവിൽ ശങ്കർ കാണുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതും ഒരു കൈ അവളെ വലിച്ചെടുത്തു. കണ്ണു പോലും തുറക്കാതെ അവൾ അവനെ ഇറുകെ പിടിച്ചു. എനിക്കറിയാം അവർ തിരികെ പോയതിൻ്റെ കാരണം. അവൻ്റെ കൈ മുഖത്തിഴഞ്ഞു. പിന്നെ എൻ്റെ പെണ്ണിനെ ഒരുവൻ മോഹത്തോടെ നോക്കുന്നത് എനിക്ക് സഹിക്കൂ എൻ്റെ പെണ്ണെ. അവൻ്റെ പ്രണയം തുളുമ്പിയ സ്വരം. എനിക്കറിയാം ശങ്കർ, നമ്മളെന്നേ ഒന്നായി തീർന്നു. ഇനിയും മറ്റാളുടെ മുന്നിൽ വേഷം കെട്ടി നിൽക്കാൻ എനിക്ക് കഴിയില്ല ശങ്കർ. എൻ്റെ മനസ്സും ശരീരവും കൊതിക്കുന്നത് നിന്നെയാണ്, നിന്നെ മാത്രം. ഇരുവരുടെയും അധരങ്ങൾ തമ്മിൽ കുറുക്കുമ്പോൾ ഉള്ളിൽ നിറയെ പരസ്പരമുള്ള പ്രണയമായിരുന്നു. അവരുടെ ആ സന്തോഷത്തിന് അധിക സമയം ആയുസ്സുണ്ടായില്ല. വീട്ടിൽ ചെന്ന് അന്നയെ കാത്തിരുന്നത് അവളുടെ കയ്യിൽ ഒതുങ്ങാത്ത പ്രശ്നങ്ങളായിരുന്നു. അന്നയ്ക്ക് വന്ന ആലോചന മുടക്കിയത് ആരായാലും അവനെ ജീവനോടെ വച്ചേക്കരുത് എന്നാണ് കുര്യച്ചൻ്റെ ഓർഡർ. അലക്സ് അത് കണ്ടെത്താനുള്ള പുറപ്പാടാണ്. അന്ന ആകെ ടെൻഷനിൽ നടക്കുമ്പോഴാണ് ശങ്കർ ഇതൊന്നും അറിയാതെ തറവാട്ടിലേക്ക് വരുന്നത്. പാട്ടത്തിനടുത്ത ജാതി നോക്കാൻ എന്ന വ്യാജേന അവൻ വന്നതും കുര്യച്ചൻ അവനോട് തോട്ടത്തിലേക്ക് പോകാൻ പറഞ്ഞു. ആ സമയത്താണ് അന്വേഷണം കഴിഞ്ഞ് അലക്സ് എത്തിയത്. അവൻ കാര്യങ്ങൾ വിശദീകരിച്ചു. അലക്സിന് ഭ്രാന്താണെന്ന് പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ അന്ന വാ പൊത്തി ചിരിച്ചു. ആ ചിരി മാഞ്ഞത് പറഞ്ഞ ആളിൻ്റെ രൂപം അലക്സ് വിവരിച്ചപ്പോഴാണ്. കുര്യച്ചൻ്റെ മുഖം മാറുന്നത് കണ്ട് അന്ന തോട്ടത്തിലേക്ക് ഓടാൻ തുടങ്ങി. കല്ലിൽ തട്ടി വീണ അവൾ പിടഞ്ഞെണീറ്റ് വീണ്ടും ഓടി. അവളുടെ കാൽ എവിടെയോ വല്ലാത്ത വേദന തോന്നിയിട്ടും അവൾ കാര്യമാക്കിയില്ല. തൻ്റെ അരികിലേക്ക് ഓടിക്കിതച്ചു വരുന്ന അന്നയെ കണ്ടതും അവൻ്റെ മുഖം ചുളിഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അവനെ കഴിഞ്ഞും പോകാനാഞ്ഞ അവളെ അവൻ പിടിച്ചു നിർത്തി. അന്ന, എന്താടാ, എന്തിനാ ചോദിക്കാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ നിന്നും ഒഴുകുന്ന രക്തം കണ്ട് അവൻ ഭയന്നുപോയി. അന്ന, ഇത്? അവൻ പകച്ചു. ശങ്കർ, നീ ഇവിടെ നിൽക്കണ്ട, വേഗം പോകാൻ. നിനക്കെന്താ അന്ന? ഇത് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. നീ ഇത്രയും മുറിഞ്ഞിട്ട്. ശങ്കർ, നിനക്ക് പറഞ്ഞാ മനസ്സിലാകില്ലേ? പോടാ, വേഗം പോകാൻ. അവൾ അലറി. നീയാണ് അവരെ പറഞ്ഞു വിട്ടതെന്ന് ഇച്ചായനും മനസ്സിലാകും മുന്നേ. നീ പോകാൻ നോക്ക് ശങ്കർ. നിന്റെ രൂപം അതുപോലെ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇച്ചായ നിന്നെ കണ്ട തീർച്ചയായും മനസ്സിലാകും. ശങ്കർ, നീ പോ ശങ്കർ, പ്ലീസ്, എനിക്ക് വേണ്ടി ഒന്ന് പോടാ. ശങ്കർ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അറിയുന്നെങ്കിൽ അറിയട്ടെ. എന്തായാലും ഇങ്ങനെ നിന്നെ കണ്ടിട്ട് എനിക്ക് പോകാൻ കഴിയില്ല. അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അവൻ ചുറ്റും നോക്കി. പിന്നെ അടുത്ത ചാലിലൂടെ ഒഴുകുന്ന വെള്ളം കോരിയെടുത്തു. അവളുടെ കയ്യിലേക്ക് ഒഴിച്ച് തേച്ച് കഴുകി. ശങ്കർ, പ്ലീസ്, ഞാൻ ചെയ്തോളാം, നീ പോ. അപ്പച്ചന് എന്തോ സംശയമുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം. ഇങ്ങോട്ട് വരാൻ സാധ്യത ഏറെയാണ്. എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ കഴിയില്ല ശങ്കർ. നീ പേടിക്കണ്ട അന്ന, ഞാൻ എന്നും നിന്റേത് മാത്രമായിരിക്കും. നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല. അവളുടെ കയ്യിലെ മുറിവ് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അവൻ പറഞ്ഞു. കാലിലൂടെ ഒഴുകുന്ന രക്തം കണ്ടവൻ പാവാട മാറ്റി നോക്കി. അവൻ്റെ മുഖം വല്ലാതായി. കയ്യിലേക്കാൾ വലിയ മുറിവാണ് കാലിലേത്. അവൻ ഒന്നും മിണ്ടാതെ അവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അവളുടെ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകിയിറങ്ങി. വൃത്തിയാക്കി കഴിഞ്ഞവൻ ചുറ്റും നോക്കി. ദൂരെന്ന് പാഞ്ഞു വരുന്ന അലക്സ്. അവൻ സ്വന്തം മുണ്ടിൻ്റെ അറ്റം വലിച്ചു കീറിയെടുത്തു. അവളുടെ കയ്യിലെ മുറിവിൽ ചുറ്റിക്കെട്ടി. വീണ്ടും മുണ്ട് വലിച്ചു കീറിയെടുത്തു. അവളുടെ കാലിലും വച്ചു കെട്ടി.
അലക്സ് ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ടതും അന്ന വിറച്ചുപോയി. ശങ്കർ, വിറയിലൂടെ അവൾ വിളിച്ചു. ഒന്നുമില്ല അന്ന, നീ മെല്ലെ വീട്ടിലേക്ക് പൊയ്ക്കോ. അവൻ അവളെ തള്ളി. പോവന്ന, ഇവിടെ നിൽക്കണ്ട. ഇല്ല, ഞാൻ പോകില്ല. ഹിച്ചായൻ, അവൾ പറയാൻ തുടങ്ങിയതും ഡാ എന്നൊരലർച്ചയും ഒരു ചവിട്ടും ശങ്കർ തെറിച്ചു വീഴുന്നതാണ് അന്ന കണ്ടത്. ശങ്കർ! അന്നയുടെ നിലവിളി മുഴങ്ങി.